ഹലോ! അപ്പോൾ എൻ്റെയും ഏട്ടൻ്റെയും മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ ഇന്ന്. അപ്പോൾ ഇതാ ഞാനാട്ടോ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഏട്ടന് കൊടുത്ത് ഒരു വാലറ്റും കൂടി ഉണ്ടായിരുന്നേ, അതും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പുള്ളിക്കാരനെ ഹാപ്പിയായ. ഏട്ടൻ്റെ കൂടെ തന്നെ ഞാനും പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം റെഡിയായേ. അപ്പോഴത്തേക്ക് ഏട്ടൻ ഇതാ എനിക്കുള്ള ഗിഫ്റ്റും കൊണ്ടുവന്ന് ഡ്രസ്സ്, ഒരു പാൻറ്റ്, പിന്നെ കുറച്ച് ഇയറിങ്സ്, ഒരു ഫ്ലവർ, സ്പ്രേ, സൺസ്ക്രീന്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇതിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ടൗണിലൊക്കെ പോയി വന്ന് നേരെ പോയത് കടവിലേക്കാണ്. കടവിൽ നിന്ന് ഒരു മന്തി പാർസലും വാങ്ങി ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ഇന്ന് റിസോർട്ടിലാട്ടോ. ഞങ്ങൾ മാത്രമല്ല, അഞ്ജനയും അഞ്ജനയുടെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയായിരുന്നു. പിന്നെ അഞ്ജു ഓളുടെ ഹസ്ബൻഡും കൂടി ഞങ്ങൾക്കൊരു ഫ്രെയിം ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടെ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും വീട്ടിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നേരം ഡാൻസും പാട്ടും ഒക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഇതുവരെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി നേരെ കിടക്കാൻ പോയെ. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ, കാരണം എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി സ്റ്റാറ്റസൊക്കെ ഇട്ട്. പിന്നെ റിസോർട്ട് രാത്രി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയാട്ടോ, നൈറ്റ് അതിലും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. കല്യാണം കഴിഞ്ഞ അമ്പലത്തിലേക്ക് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം കല്യാണം കഴിഞ്ഞ അമ്പലത്തിലേക്കാട്ടോ പോയത്. പിന്നെ ഇത് വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു സദ്യ ചെറുതായിട്ടാണ് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടൻ്റെ കടയിൽ നിന്ന് ഇതാ കേക്കൊക്കെ അവർ തന്നെ വാങ്ങി ഞങ്ങളെ കൊണ്ട് മുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പായസം കൊടുക്കാൻ പോയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.